രണ്ടാഴ്ച മുൻപ് 2 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ടാങ്കാണ് തകർന്നത്. കോൺക്രീറ്റ് തറയിൽ 1000 ലിറ്റർ കൊള്ളുന്ന ഫൈബർ ടാങ്കാണ് സ്ഥാപിച്ചിരുന്നത്. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്കും സ്റ്റേഷൻ മാസ്റ്റർക്കും ഉപയോഗിക്കാനുള്ള കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഫൈബർ ടാങ്ക് സ്ഥാപിച്ചിരുന്നത്. കോൺക്രീറ്റ് തറയിൽ വിള്ളൽ വീണതോടെ ഫൈബർ ടാങ്ക് പൊട്ടുകയായിരുന്നു. പൊളിഞ്ഞു വീഴാനായി 2 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ഇത് പണി ചെയ്തത്. അത് കരാറുകാരൻ്റെ ഒരു കൃത്രിമം ഇതിൽ നടന്നിട്ടുണ്ട്. ജനങ്ങൾക്കും എല്ലാ യാത്രക്കാർക്കെല്ലാം വണ്ടി യാത്രക്കാർക്ക് പറ്റും കമ്പനി മനസ്സിലാകുന്നുണ്ട് ഈ അവസ്ഥയാണ്. നിർമ്മാണത്തിലെ അപാകമാണ് ടാങ്ക് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. 10-20 ദിവസമായിട്ട് നമ്മൾ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ടാങ്കും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് കെട്ടിയ ആ ദിവസം തന്നെ അതിൽ വെള്ളം നിറക്കുമ്പോൾ അതിൻ്റെ ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും പൊട്ടിയിട്ട് വെള്ളം വരുന്നതാണ്. ഇപ്പോൾ കെട്ടിയ ടാങ്ക് നിൽക്കുന്ന ആ സ്റ്റാൻഡും 2 ഭാഗത്തും പൊട്ടിയിട്ടുണ്ട്. ടാങ്ക് താണിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്ത് 2 ലക്ഷത്തോളം ഉറുപ്പിക ചെലവിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷന് ഗുണം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്.